എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങളെ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബഡി വെച്ച് കാര്യങ്ങൾ പറയുന്നതാണ്. 2026 അപ്പോൾ നക്ഷത്ര ഫലങ്ങൾ നമ്മുടെ ചാനലിൽ ഇടുവാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ 27 നക്ഷത്രക്കാരുണ്ട്. ഈ 27 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉയർച്ചകളുണ്ടാകാം, താഴ്ചകളുണ്ടാകാം. അന്ധമായ വിശ്വാസങ്ങളിലേക്ക് 27 നക്ഷത്രക്കാർ പോകരുത്. ജോലിക്ക് പോകാതെ എന്തായാലും നമുക്ക് പൈസ കിട്ടില്ല. രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി ഡോക്ടറെ കാണിക്കുക, മെഡിസിൻ കഴിക്കുക. പിന്നെ അങ്ങനെയുള്ള ബാധാദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചോറ്റാനിക്കര, മലയാളപ്പുഴ, കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനം നടത്തുക. അതേപോലെ തന്നെ ഏലസുകളുടെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക. കൂടുതലുള്ള രീതിയിലുള്ള അന്ധമായ വിശ്വാസങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ കൃത്യമായ ജോലിക്ക് പോയാൽ നമുക്ക് പൈസ കിട്ടും. പിന്നെ ജോലിക്ക് പോകുമ്പോഴത്തേക്കുള്ള ചില തടസ്സങ്ങൾ മാറാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലമാണ്. എനിക്കറിയാം, അശ്വതി നക്ഷത്രം ആദ്യത്തെ ഒരു നക്ഷത്രമാണ് അല്ലേ, അശ്വതി നക്ഷത്രം. അപ്പോൾ 2026 അശ്വതി നക്ഷത്രക്കാർക്ക് ഫലങ്ങൾ കേട്ടിട്ട് ആരും നിരാശയാകണ്ട. നമ്മൾ പറയുക, ആർക്കെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്മ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഒരു മനുഷ്യനെ സംബന്ധിച്ച ഒരു മനുഷ്യൻ്റെ ആയുസ് 120 വർഷമാണ്. ഈ 9 ഗ്രഹങ്ങളുടെ ബലം കണക്കിരിക്കും നമ്മുടെ അങ്ങോട്ടുള്ള ജീവിതയാത്രകൾ അല്ലേ. ഗ്രഹങ്ങൾക്ക് ബലം കുറവുന്ന സമയത്ത് നമ്മൾക്ക് ശാരീരികപരമായി, സാമ്പത്തികപരമായി എല്ലാ രീതിയിലും ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്രഹങ്ങൾക്ക് ബലം വെക്കാനുള്ള കാര്യങ്ങളും 2026 അശ്വതി നക്ഷത്രത്തിൽ ഗുണകരമാണോ ദോഷകരമാണോ എന്ന് നോക്കാം. ചെറിയ ചെറിയ പരിഹാരങ്ങൾ, പിന്നെ ഉപാസനമൂർത്തികളുണ്ടെങ്കിൽ ഈ പറയുന്ന ദോഷങ്ങളൊന്നും അവർക്ക് വരില്ല. കാരണം ഉപാസനയുടെ ബലമുണ്ടാകും. അപ്പോൾ 2026 ഫലങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. 2026 അശ്വതി നക്ഷത്രം, അതായത് ജനുവരി മാസം തൊട്ട് അവരുടെ കാര്യങ്ങൾ പറയുവാണെങ്കിൽ അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവേ തന്നെ 2026 ശുഭകരമല്ലെന്ന് പറയാൻ ഒരു ഇച്ചിരി വിഷമമുണ്ട്. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സ്വാഭാവികമായിട്ടുള്ള രീതിയാണ്. അതായത് അവർക്ക് ഉദ്ദിഷ്ട കാര്യവിഘ്നം, അതായത് പല രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടേണ്ട ഇതുണ്ടാകും. അതായത് അവർ ഏത് കാര്യത്തിന് പോയാലും തടസ്സങ്ങൾ ഉണ്ടാകും. അതുപോലെ ദുഷ്കീർത്തി, അതായത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പേരുദോഷം കേൾക്കുക. അതുപോലെ തന്നെ മനക്ലേശം, അതായത് നമ്മൾ ആർക്ക് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും 2026 അവരിൽ നിന്ന് നമുക്ക് സന്തോഷങ്ങൾ കിട്ടത്തില്ല. അതായത് ഞാൻ ഇത്രയും പാടുപെട്ട് അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു നന്മ പോലും അവരെന്നോട് പറയാം. അതായത് മനസ്സെപ്പോഴും വിഷമിക്കുന്ന ഒരു കാലഘട്ടവും കൂടെ ആയിരിക്കും 2026. അതേപോലെ തന്നെ സാമ്പത്തികപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സാമ്പത്തികപരമായ നഷ്ടങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ ഇടയുണ്ട്. അതേപോലെ തന്നെ ശത്രുതാ പീഡത, അതുപോലെ തന്നെ കുടുംബത്തിൽ കലഹങ്ങൾ, അതായത് വീട്ടിൽ 4 പേരും ഇല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ എല്ലാവരും ഒത്തുകൂടുന്ന രാത്രിയാണല്ലോ. പകല് ജോലിക്കൊക്കെ പോകുമ്പോൾ രാത്രി നിൽക്കുമ്പോഴത്തേക്ക് പരസ്പര രീതിയിലുള്ള ഒരാൾ പറയുന്നത് അടുത്തുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ അങ്ങനെ രീതിയിലുള്ള കലഹങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാകാം. അതേപോലെ തന്നെ അശ്വതി നക്ഷത്രത്തിൽ സാമ്പത്തികത്തിൻ്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ സാമ്പത്തികത്തിലും ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ടാകും. അതായത് അവർക്ക് 2026 നേത്രരോഗങ്ങൾ പിടിപെടും. അതേപോലെ തന്നെ മുഖങ്ങൾ, അതേപോലെ തന്നെ നേത്രരോഗങ്ങൾ, സ്വജ്ജനങ്ങളാൽ വെറുക്കപ്പെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥകളൊക്കെ ഉണ്ടാകും. അതുപോലെ സാമ്പത്തികം ഉണ്ടാകും. സാമ്പത്തിക നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ ഇടയുണ്ട്. പിന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ സഹോദരി, അതായത് സഹോദര മൂത്ത ജ്യേഷ്ഠന്മാരോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അവർക്ക് നല്ല നിലയിൽ ആകാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അശ്വതി നക്ഷത്രക്കാരനെന്ന് വെച്ചു, അവർക്ക് സഹോദരിയുണ്ട്, ഇല്ലെങ്കിൽ ആ അശ്വതി നക്ഷത്ര സഹോദരി ജ്യേഷ്ഠൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗ്യം കൂടെ അവർക്കുണ്ടാകും. അതായത് നമ്മൾ കാരണം അവർക്ക് ദോഷം ഉണ്ടാകത്തില്ല, അവർക്ക് നല്ല കാലങ്ങളുണ്ടാകും. പിന്നെ ഇവരുടെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2026 അതായത് ഇവർ ഉദ്ദേശിക്കുന്ന പോലെ വീട് പണിയും കാര്യങ്ങളൊക്കെ അശ്വതി നക്ഷത്രക്കാർ 2026 കൃത്യമായിട്ട് നടത്തും. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വീട് പണി മുടങ്ങിക്കിടക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് 2026 ആകുമ്പോഴത്തേക്ക് പുതിയ പുതിയ വീടുകളിൽ കയറാനുള്ള ഭാഗ്യം ഉണ്ടാകും. വാടകയ്ക്ക് കിടക്കുന്നവർ വീട് വെക്കാനുള്ള ഭാഗ്യമുണ്ട്. വീട് പണി തീരാത്തവരാണെങ്കിൽ വീട് പണി ഒക്കെ നടക്കും. അതുപോലെ തന്നെ മറ്റുള്ള സ്വത്തുക്കൾ, അതായത് അച്ഛൻ വഴി അമ്മ വഴിയുള്ള സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ കിട്ടും. കുടുംബത്തിന് ഐശ്വര്യങ്ങളും അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. അതേപോലെ തന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് സന്താനങ്ങളെ വെച്ച് കാര്യം നോക്കണം. അതായത് സന്താനങ്ങൾ, അതായത് അശ്വതി നക്ഷത്രക്കാരുടെ മക്കൾ
എല്ലാ കാര്യത്തിലും എന്താ പറയുക വിജയിക്കും. അതേപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും ജോലിപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അശ്വതി നക്ഷത്രക്കാരുടെ മക്കൾക്ക് എല്ലാവിധ ഭാഗ്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. പിന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് 2026 വ്യാധികൾ, ചോര ഭയം, അതേപോലെ തന്നെ പല പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ 2026 അശ്വതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട വേറൊരു രോഗാരിഷ്ടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ വന്നുവിടാൻ അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു എന്താ പറയുക ത്വക്ക് രോഗങ്ങൾ, അതായത് നമ്മുടെ ദേഹമൊക്കെ ഒന്ന് ചൊറിഞ്ഞു പൊട്ടുക, അതേപോലെ തന്നെ അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കഷ്ടകാലങ്ങൾ വന്നുകൊണ്ടിരിക്കുക, അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധയോടെ വേണം നമ്മൾ മുന്നോട്ടൊന്ന് പോകാൻ. അപ്പോൾ ഈ രോഗദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അശ്വതി നക്ഷത്രക്കാർ സ്കിന്ന് സംബന്ധമായ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ അശ്വതി നക്ഷത്രക്കാർ 2026 മറ്റുള്ളവർക്ക് വേണ്ടി കാശോ ഇല്ലെങ്കിൽ കടകാര്യങ്ങൾ കൊടുക്കരുത്. അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ല. നിങ്ങൾ അവരായിട്ട് എത്ര വലിയ ആൾക്കാരാണോ അവരും നിങ്ങളും കൂടെ പിണങ്ങാൻ ഇടയുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും അശ്വതി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ട് ക്ഷീണങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ മെഡിസിൻ കാണിക്കുക. ഇവർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടെങ്കിൽ ആദ്യ പകുതി സാമ്പത്തിക ലാഭവും കൂടെ ഉണ്ടാകും. പിന്നെ അശ്വതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് വെച്ചാൽ കുടുംബക്ഷേത്രം, അതായത് അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അശ്വതി നക്ഷത്രക്കാർ കുടുംബദേവതയെ പ്രീതിപ്പെടുത്തേണ്ടതാണ്. ശത്രുദോഷങ്ങളും തടസ്സങ്ങളും മാറാൻ വേണ്ടി കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനം നടത്തുന്നതും മലയാളപ്പുഴ ക്ഷേത്ര ദർശനം നടത്തുന്നതും അതേപോലെ തന്നെ വടക്കോട്ടോ പടിഞ്ഞാട്ടുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണകരമാകും. 2026 പ്രതീക്ഷിക്കാതെ പല പല ഭാഗ്യങ്ങളും അശ്വതി നക്ഷത്രക്കാർക്കുണ്ടാകും. തൊഴിൽ രംഗത്ത് നിൽക്കുന്ന അശ്വതി നക്ഷത്രക്കാർ, അതായത് സർക്കാർ ജോലിയിൽ നിൽക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ഉയർന്ന രീതിയിൽ തന്നെ പ്രമോഷനുകളും അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തൊഴിൽ അവസരങ്ങളും ഉണ്ടാകും. വിദേശത്ത് പോകാനുള്ള അശ്വതി നക്ഷത്രക്കാർ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറി സമയം ഏകദേശം 2026 അനുകൂലമായി വരുന്നതാണ്. ഒപ്പം തന്നെ അശ്വതി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വേറൊരു കാര്യമാണ്. അത് പ്രത്യേകം അശ്വതി നക്ഷത്രക്കാർ നോട്ട് ചെയ്ത് വെക്കുക. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തുപരമായ ഇതുണ്ടെങ്കിൽ ഒരു കാരണവശാലും മറ്റുള്ളവർ, അതായത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് 2026 പൈസ കൊടുത്ത് സഹായിക്കരുത്. അത് തിരിച്ച് കിട്ടത്തില്ല. അത് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് അവരായിരിക്കും 2026 ആദ്യത്തെ നമ്മുടെ ശത്രു. അപ്പോൾ പൈസ സംബന്ധമായ അശ്വതി നക്ഷത്രക്കാർ 2026 നോക്കുകയും കണ്ടും ചെയ്യുക. കുടുംബപരമായ വഴക്കുകളും കാര്യങ്ങളും അടിക്കടിക്ക് 2026 ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് കാര്യവെക്കേണ്ട കാര്യമില്ല. 2026 ഏകദേശം മാർച്ച് കഴിഞ്ഞോടെ പ്രതീക്ഷിക്കാതെ തൊഴിൽ അവസരങ്ങളും ഭാഗ്യങ്ങളും, അതായത് വീട് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ വന്നു ഭവിക്കും. വാഹനങ്ങൾ മേടിക്കാനുള്ള സൗഭാഗ്യങ്ങൾ വന്നു വയ്ക്കും. പിന്നെ ഇവരെ എപ്പോഴും അകറ്റിക്കൊണ്ടിരിക്കുന്ന ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ കണ്ട ഉടനെ തന്നെ മെഡിസിൻ കഴിക്കുക. സർപ്പാരാധന ഉള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഒപ്പം തന്നെ അശ്വതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രങ്ങളിൽ പ്രീതിപ്പെടുത്തുക. നിങ്ങളുടെ മക്കൾക്ക് നല്ല നിലയിൽ ഉള്ള ഭാഗ്യങ്ങളൊക്കെ 2026 അശ്വതി നക്ഷത്രക്കാർക്കുണ്ടാകും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഏകദേശം 2-3 മാസത്തേക്ക് കഷ്ടകാലങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ വിധത്തിലുള്ള മംഗളങ്ങളും കാര്യങ്ങളും അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അശ്വതി നക്ഷത്രക്കാർ 2026 ഒരു വർഷക്കാലം ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവയും ഗണപതി ഹോമവും നടത്തുക. തടസ്സങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി അശ്വതി നക്ഷത്രക്കാർ വ്യാഴഗ്രഹത്തിന് കരിക്ക് കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും 2026 ദോഷങ്ങൾ മാറാനും വളരെയധികം ഉത്തമമാണ്. ഒപ്പം തന്നെ അടുത്തുള്ള അതായത് കാവിരിക്കുന്നത് സർപ്പാരാധനുള്ള ക്ഷേത്രങ്ങളിൽ എണ്ണ കൊണ്ടു കൊടുക്കുന്നതും അശ്വതി നക്ഷത്രക്കാർക്ക് 2026 എല്ലാവിധ മംഗളങ്ങളും കാര്യങ്ങളാണ്. പിന്നെ ഇവർക്ക് കർമ്മരംഗത്ത് കർമ്മപരമായ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. സാമ്പത്തിക ലാഭങ്ങളും നഷ്ടങ്ങളും ഇടയ്ക്കിടയ്ക്ക് 2026 മാറിയും മറിഞ്ഞും വന്നുകൊണ്ടേയിരിക്കും. വീട് പണി 2026 വീട് പണി നടക്കാത്തവരും സ്വന്തമായിട്ട് വീട് മേടിക്കാനവർക്കൊക്കെ 2026 തന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് ഭാഗ്യം ഉണ്ടാകും. സ്ഥലങ്ങൾ കിട്ടും. അച്ഛൻ വഴി അമ്മ വഴിയുള്ള സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ വന്നു ഭവിക്കും. ദോഷങ്ങൾ മാറും. ഇടയ്ക്കിടയ്ക്ക് ശത്രുവിൻ്റെ ഉപദ്രവം ഉണ്ടായി പോലും ദൈവാനുഗ്രഹം കൊണ്ട് പല പല അത്ഭുതങ്ങളും അശ്വതി നക്ഷത്രക്കാരുടെ 2026 ഉണ്ടാകും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാൻ അശ്വതി നക്ഷത്രക്കാർ ഈ നമ്പറിൽ വിളിക്കുക. ഇപ്പം പല ജ്യോത്സ്യന്മാരും പല പല വീഡിയോകളും ചെയ്യുന്നുണ്ട്. ഓരോരുത്തർ ഓരോ രീതികളാണ് പറയുന്നത്. പക്ഷേ ആരെന്ത് പറഞ്ഞാലും നമ്മുടെ യുക്തി കൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം, ഇവർ പറയുന്നത് എത്രത്തോളം ശരിയാണെന്നല്ലേ. കൂടുതലായിട്ട് അന്ധവിശ്വാസങ്ങളിലേക്ക് പോകാതിരിക്കുക. ഉള്ള വിശ്വാസങ്ങൾ നല്ല നല്ല വഴിപാടുകളും നല്ല നല്ല ക്ഷേത്ര ദർശനം നടത്തി ദോഷങ്ങൾ മാറ്റിയെടുക്കുക. നമ്മൾ അശ്വതി നക്ഷത്രക്കാരെ 2026 ഭാഗ്യങ്ങൾ വരാൻ വേണ്ടി
ചെയ്യേണ്ട വഴിപാട് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് പ്രായമായുള്ളവരെ ബഹുമാനിക്കുകയും നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുക, പറ്റിച്ച് കാശുണ്ടാക്കാതിരിക്കുക, ഈശ്വരാനുഗ്രഹത്തോടെ ജീവിക്കുക. എല്ലാവിധ മംഗളങ്ങളും അശ്വതി നക്ഷത്രക്കാർക്ക് 2026 ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം കൂടുതൽ എന്തെങ്കിലും അറിയാൻ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നത്.